ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് യൂണിവേഴ്സ് മെസ്സേജ് ആണ്. നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു ഗൈഡൻസ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. സോ നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്താണ്? വിൻ വിൻ ഔട്ട്കം ഈസ് ഫോർകാസ്റ്റ് വന്നിട്ടുണ്ട്. ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിനിങ് വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള സറണ്ടർ ടു ഡിവൈൻ. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സുകളാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളുടെ എനർജീനകത്ത് ഇപ്പം നിങ്ങളിപ്പം എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പം എന്ത് സിറ്റുവേഷനാണോ കടന്നു പോകുന്നത് അവിടെ നിങ്ങൾ വിൻ ചെയ്യും എന്നുള്ളതാണ് ഓവറോൾ പറയാനുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾ ഒരു കാര്യത്തിനെയും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങളതിനെ നേടിയെടുക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും. നിങ്ങളിപ്പം റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്ത് കാര്യത്തിൽ ഇപ്പം ഒരു കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം പ്രൊമോഷൻസ് ആയിരിക്കാം. അങ്ങനെ നിങ്ങളിപ്പം എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ടാകും, ബിഗിനിങ് ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും എന്നുള്ളത് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യത്തിനെയും ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതായത് കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പം ഇത്രയും നാളും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടാകുമായിരിക്കാം. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങൾ അതിനെ ഫോഴ്സ് ചെയ്യേണ്ട ഒരു ആവശ്യമോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമോ ഇല്ല. നിങ്ങൾക്കത് ഈസി ആയിട്ട് തന്നെ നേടിയെടുക്കാം എന്നുള്ളതാണ്. നിങ്ങളുടെ ഗോൾസ് അതായത് നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നൊക്കെ പറയില്ലേ, അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പോസിറ്റീവ് അഫർമേഷൻസ് മാത്രം എടുക്കുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളിപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു എന്നിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്ത ആളുകളൊക്കെ ആണെങ്കിലും നിങ്ങൾ എന്താക്കുക, പോസിറ്റീവ് അഫർമേഷൻസ് എടുക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. കാരണം അത് നിങ്ങളുടെ അടുത്താണ് ഉള്ളത്. നിങ്ങൾ നെഗറ്റീവ് ബ്ലോക്ക് വരുത്താതിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും താങ്ങുന്നില്ല, നിങ്ങൾ കുറേ നാളായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിക്കുകയാണ്, എത്രയോ വെച്ചിട്ട് പരിശ്രമിക്കുന്നത്, നിങ്ങൾക്കത് എത്തുന്നേ ഇല്ല. അങ്ങനെയുള്ള തോട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈനിൽ അത് സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ലൈഫിൽ. അതായത് ലൈഫിൽ നടക്കുന്ന ചില സിറ്റുവേഷൻസ്, അതിപ്പം റിലേഷൻഷിപ്പിലുള്ളതായിക്കോട്ടെ, മീൻസ് ഫാമിലിയിലുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ളതായിക്കോട്ടെ, നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നടിക്കേണ്ടി വരും, ചിലത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ ഉള്ളം കയ്യിൽ തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതായത് നമ്മുടെ അടുത്തെത്തിയതിനെ നിങ്ങൾ വേണ്ടാന്ന് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ 5 ഓഫ് സോർഡ്സിന് എനർജിയാണ് വന്നിട്ടുള്ളത്. കോൺഫ്ലിക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം ഈ സിറ്റുവേഷൻ. അതിപ്പം എന്തിൻ്റെ സിറ്റുവേഷൻ ആണെങ്കിലും, റിലേഷൻഷിപ്പ് ആണെങ്കിലും, കരിയർ ആണെങ്കിലും, ഫാമിലി പ്രോബ്ലം ആണെങ്കിലും, നിങ്ങളുടെ ജോബ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷേ അത് ഫീലിങ്സ് മാത്രമായിരിക്കും. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെമ്പററി ആണ്. ആ സിറ്റുവേഷൻ നിങ്ങൾ മറികടക്കും എന്നുള്ളതാണ്. ഇവിടെ ഹയറോഫിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ സ്വയം ആൻസറുകൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ അതിനെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതായത് നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ വേണ്ടി മുന്നിൽ കൂട്ടി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ നിൽക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്താൻ പോവുകയാണ് എന്നുള്ളതാണ് മെയിൻലി നമ്മളിവിടെ കണ്ടേക്കുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
കമ്മിറ്റ്മെൻറ്റുകളായിരിക്കാം, മറ്റുള്ളവരുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റുകളായിരിക്കാം. നിങ്ങളൊരു ലോങ് ടേം ടൈമായിട്ട് ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും. നിങ്ങളുടെ സ്കിൽസ് നിങ്ങളിങ്ങനെ കുറേ ആയിട്ട് എടുക്കുന്നുണ്ടാവുമായിരിക്കാം. അപ്പം അത് ഒരു സ്റ്റേബിൾ ആവാത്ത സ്ഥിതിയിലേക്കായിരിക്കാം ഇത്രയും നാൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. മനസ്സിലാക്കുക, അത് സ്റ്റേബിൾ ആവാൻ പോവുകയാണ്. സോ അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് നടക്കുന്ന അവസ്ഥകളെല്ലാം വെറും ടെമ്പററി മാത്രമാണ്. ഇത് 10 ഓഫ് സോർട്സ് ആണ്, ഇത് ടെമ്പററി കാർഡാണ്. സോ നിങ്ങൾ കോൺഫ്ലിക്റ്റുകൾ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ വേദനകൾ നേരിടുന്നുണ്ട്, നിങ്ങൾക്ക് മടുത്തു പോകുന്നുണ്ടാവാം ചില സമയത്ത്. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് അഫർമേഷൻസ് എടുക്കുക സൊല്യൂഷനായിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളം കയ്യിലെത്തിയ ഒരു കാര്യമാണ്, അത് നേടിയെടുക്കാൻ നിങ്ങൾക്കിനി അത്ര സമയമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ലിയോ ആൻഡ് ടോറസ്, ജെമിനി, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര എഗെയിൻ, ഇത്രയും സോഡിയാക് സൈനുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യുക കേട്ടോ.